ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ദീപാവലി ഒരുക്കങ്ങളൊക്കെ ഒരുക്കങ്ങളും ആഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ രേവതിയുടെ വീട്ടിലൊക്കെ കേട്ടോ. അപ്പൊ രേവതിയും സച്ചിയും കൂടെ രാവിലെ തന്നെ നമ്മുടെ രേവതിയുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോന് മുന്നിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതിയുടെ അനിയൻ സച്ചിയുടെ ഒരു കൈയൊന്ന് കാണിച്ച് എനിക്കൊരു മോതിരം ഇടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നാട്ടിലെ ചടങ്ങാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഇരിക്കുമ്പോൾ ഒരു കൈച്ചേനിട്ടതിൻ്റെ പുകിൽ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല, അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അത് നൈസായിട്ട് മുടക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും അവരൊന്നായി കഴിഞ്ഞല്ലോ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും, അവർ എല്ലാം കൊണ്ടും ഒന്നായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം, ദീപാവലിയുടെ സന്തോഷമൊക്കെ കൂടി ആ ഒരു മധുരം പങ്കിട്ട് ഇവർ പരസ്പരം ആ ഒരു സന്തോഷമൊക്കെ പങ്കിടുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നീട് കാണിച്ചത്. അപ്പോൾ അവസാനം നമ്മുടെ രേവതിയുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കാട്ടോ. അപ്പോൾ നമ്മുടെ രേവതി നമ്മുടെ സച്ചിയെ വെല്ലുവിളിക്കുന്നുണ്ട്, ഞാൻ എന്തേ പടക്കം പൊട്ടിക്കാൻ പോകുമോ, നിങ്ങൾ ഈ പേടിച്ച് നോടിപ്പോകരുതേ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, ഞാൻ എന്താ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആ ഒരു പടക്കം പൊട്ടിച്ചിട്ട് നമ്മുടെ രേവതി തന്നെ പേടിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ ദേഹത്ത് വന്ന് സച്ചി മുറുക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിയുടെ വീട്ടുകാർക്കൊക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ഒന്നാണോ വരുന്നുണ്ട് കേട്ടോ. അവരുടെ മുന്നിൽ വെച്ചാണ് നമ്മുടെ രേവതി കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സച്ചി ആദ്യം ഇങ്ങനെ രേവതി ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കും. പിന്നെ രേവതി ഇവളെൻ്റെ ഭാര്യ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സച്ചിയും രേവതി ആ ഒരു സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതല്ലേ. അപ്പോൾ എന്തായാലും ദീപാവലി നാൾ കൊള്ളാം, എല്ലാവരും ഒന്നിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്തും വർഷയും ഒന്നിച്ചു, നമ്മുടെ സച്ചിയും രേവതിയും അവരുടെ പിണക്കവും മറന്ന് അവരും ഒന്നിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കോട്ടെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.